കൊച്ചിയിലെ ഒരു മഴയുള്ള സായാഹ്നം. അജയ് തന്റെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ ബസ് സ്റ്റോപ്പിൽ നിന്നു. ആകാശം മുഴുവൻ കറുത്ത മേഘങ്ങൾ. ചില നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്നവരെല്ലാവരും ഒളിക്കാൻ ഓടിപ്പോയി. പക്ഷെ അവിടെ ഒരാൾ മാത്രം നിന്നു. ഒരു പെൺകുട്ടി. അവൾക്ക് ഒരു കുട പോലുമില്ല. മഴയിൽ നനഞ്ഞുകൊണ്ട് അവൾ ചിരിച്ചുകൊണ്ടിരുന്നു. അജയ് അവളെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. അവൻ തന്റെ കുട അവൾക്ക് കൊടുത്തു. അവൾ ചിരിച്ചു പറഞ്ഞു, "നിങ്ങൾക്കും നനയും." അജയ് പറഞ്ഞു, "പ്രശ്നമില്ല, മഴയിൽ നനയുന്നത് എനിക്കിഷ്ടമാണ്." അവൾ ചിരിച്ചു. ആ ഒരു ചിരി അജയുടെ മനസ്സിൽ എന്തോ മാറ്റം വരുത്തി. അവളുടെ പേര് അനന്യ. ആ ദിവസം മുതൽ അവർ ദിവസവും സംസാരിക്കാൻ തുടങ്ങി. മഴയിൽ തുടങ്ങിയ ആ പരിചയം പതുക്കെ പ്രണയമായി മാറി. മാസങ്ങൾ കടന്നു. ഒരു ദിവസം അജയ് അവളോട് പറഞ്ഞു, "അനന്യ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു." അനന്യ കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നീട് അവൾ പറഞ്ഞു, "എനിക്കറിയാം." അവൾ ചിരിച്ചു. പക്ഷെ ആ ചിരിയിൽ ഒരു ദുഃഖമുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, "എനിക്കുടൻ തന്നെ മറ്റൊരു നഗരത്തിലേക്ക് പോകണം. എന്റെ അച്ഛന്റെ ട്രാൻസ്ഫർ." അജയ് മിണ്ടാതെ നിന്നു. മഴ വീണ്ടും പെയ്യാൻ തുടങ്ങി. അവർ ആദ്യമായി കണ്ട അതേ ബസ് സ്റ്റോപ്പിൽ നിന്നു. അനന്യ പറഞ്ഞു, "ഒരു ദിവസം നമ്മൾ വീണ്ടും കാണും, മഴയിൽ." അവൾ പോയി. വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം വീണ്ടും മഴ പെയ്തു. അജയ് അതേ ബസ് സ്റ്റോപ്പിൽ നിന്നു. പിന്നിൽ നിന്നൊരു ശബ്ദം, "ഇപ്പോഴും മഴയിൽ നിൽക്കുന്നത് ഇഷ്ടമാണോ?" അവൻ തിരിഞ്ഞുനോക്കി. അത് അനന്യയായിരുന്നു. മഴ വീണ്ടും അവരുടെ കഥയാരംഭിച്ചു. മഴ. കൊച്ചി നഗരത്തിലെ ഒരു വലിയ ആശുപത്രി. അവിടെ 3-ാം നിലയിലെ ഒരു മുറിയിൽ ഒരു വയോധികൻ കിടക്കുന്നു. അവന്റെ പേര് ഗോപാലൻ. കൈയിൽ സാലൈൻ, മുഖത്ത് ക്ഷീണം, കണ്ണുകളിൽ ഒരേയൊരു ചോദ്യം, "എന്റെ മകൾ വന്നോ?" ഗോപാലന് ഒരേയൊരു മകൾ, നന്ദിത. വിവാഹം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് പോയി. ആദ്യകാലത്ത് എല്ലാ ദിവസവും വിളിക്കുമായിരുന്നു. പിന്നീട് ആഴ്ചയിലൊരിക്കൽ, പിന്നീട് മാസത്തിലൊരിക്കൽ. "അച്ഛാ, ബിസിയാണ്," അവൾ പറയും. ഗോപാലൻ ചിരിക്കും. "എനിക്ക് സമയം പ്ലെന്റിയാണ് മോളെ." അവൻ വിരമിച്ച പോസ്റ്റ് മാസ്റ്റർ. ജീവിതം മുഴുവൻ മറ്റുള്ളവരുടെ കത്തുകൾ കൈമാറിയവൻ. പക്ഷേ തന്റെ മകളുടെ ശബ്ദം അവന് കിട്ടുന്നത് വളരെ കുറവായി. ഒരു ദിവസം ഗോപാലൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ഹൃദയസംബന്ധമായ പ്രശ്നം. ഡോക്ടർ പറഞ്ഞു, "ഫാമിലി മെമ്പർ ആരെങ്കിലും വരണം." നന്ദിതയ്ക്ക് വിവരം നൽകി. അവൾ പറഞ്ഞു, "ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാമച്ചാ, 2 ദിവസം വേണം." ഗോപാലൻ ഒന്നും പറഞ്ഞുമില്ല. മാത്രം ഒരപേക്ഷ. ഒരു ഫോൺ കോൾ, ദിവസവും. ആദ്യ ദിവസം അവൾ വിളിച്ചു. 2-ാം ദിവസം നെറ്റ്വർക്ക് പ്രശ്നം. 3-ാം ദിവസം മീറ്റിംഗ്. ഗോപാലൻ ഫോൺ കൈയിൽ പിടിച്ചു കാത്തിരുന്നു. നഴ്സ് ചോദിച്ചു, "ആരെങ്കിലും വരുമാ?" അവൻ പതുക്കെ പറഞ്ഞു, "വരും, എന്റെ മകൾ വരും." അന്ന് രാത്രി അവൻ തന്റെ പഴയ മൊബൈൽ എടുത്തു. പഴയ മെസ്സേജുകൾ വായിച്ചു. നന്ദിതയുടെ ബാല്യകാല ഫോട്ടോ നോക്കി. അവൾ ചെറുപ്പത്തിൽ പറയും, "അച്ഛാ ഇല്ലാതെ ഞാൻ ഉറങ്ങില്ല." ഇന്ന് അച്ഛൻ അവളുടെ ശബ്ദമില്ലാതെ ഉറങ്ങാൻ പോകുന്നു. അടുത്ത ദിവസം രാവിലെ നഴ്സ് മുറിയിൽ കയറി. ഗോപാലൻ ശാന്തമായി കിടക്കുന്നു. കൈയിൽ ഫോൺ. സ്ക്രീനിൽ കോളിംഗ് നന്ദിത. കോൾ കണക്റ്റായിട്ടില്ല. 2 മണിക്കൂറിനു ശേഷം നന്ദിത വിമാനത്താവളത്തിലിറങ്ങി. ഫോൺ തുറന്നു. മിസ്ഡ് കോൾസ് 5. അവൾ തിരിച്ചു വിളിച്ചു. അവിടെ നിന്ന് നഴ്സിന്റെ ശബ്ദം, "സോറി, വൈകി." നന്ദിത ആശുപത്രിയിലെത്തി. അച്ഛന്റെ കിടക്ക ശൂന്യം. മേശപ്പുറത്ത് ഒരു കത്ത്. "മോളെ, ജീവിതത്തിൽ എത്ര ദൂരെയായാലും അച്ഛന്റെ മനസ്സിൽ നീ അടുത്തതായിരുന്നു. ഒരിക്കൽ ബിസിയായാലും അച്ഛനെ ഓർക്കണം. കാരണം സമയം എപ്പോഴും കാത്തിരിക്കില്ല." നന്ദിതയുടെ കണ്ണുനീർ ആ കത്തിന്റെ മേൽ വീണു. അവൾ മനസ്സിലാക്കി, നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒരിക്കൽ അവസരമായി തിരികെ വരില്ല.